ഇന്നിപ്പോൾ നവീൻ ബാബു കേസിൽ CBI വരാതിരിക്കാൻ വേണ്ടി സകല അടവും പയറ്റുകയാണ് പിണറായി വിജയനും കൂട്ടരും. CBI കൂട്ടിലടച്ച തത്തയാണെന്ന് MV ഗോവിന്ദൻ പരിഹസിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നാൽ കൂട്ടിലടച്ച തത്തയെന്നല്ല, ഇവർക്ക് അടിമുടി വിറയലാണ് CBI എന്ന് കേട്ടാൽ. ഇതിനു മുൻപും CBI വരാതിരിക്കാൻ ചില നാടകങ്ങൾ ഇവർ നടത്തിയിരുന്നല്ലോ. കരഞ്ഞു മെഴുകുകയായിരുന്നു അന്ന്. CBIയെ കേരളത്തിൽ കാല് കുത്തിക്കാതിരിക്കാൻ 18 അടവും പയറ്റി. പക്ഷേ നടന്നില്ല. സുപ്രീം കോടതിയിൽ വരെ പോയി ലക്ഷങ്ങളാണ് ഖജനാവിൽ നിന്ന് മുടിച്ചത്. ഏത് കേസിനായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പെരിയ ഇരട്ടക്കൊലക്കേസിൽ. ഇന്നിപ്പോൾ വിധി വരുമ്പോൾ അതേ വിറയലാണ് പിണറായി വിജയന് ഇപ്പോഴുള്ളത്. കാരണം മുൻ MLA ഉൾപ്പെടെ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചതോടെ വരാൻ പോകുന്നത് നല്ല 8ന്റെ പണികളാണെന്ന് പിണറായിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെ തന്നെ സംഭവിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI വരാതിരിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഈ സംഘം തയ്യാറായത്. പെരിയ കേസിൽ CBI അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ പോയത് സുപ്രീം കോടതി വരെയാണല്ലോ. അതിനായി ചെലവഴിച്ചതോ ലക്ഷങ്ങളും. CPMന്റെ ജില്ലാ നേതാവ് മുതൽ പ്രാദേശിക നേതാക്കൾ വരെ പ്രതികളായ പെരിയ ഇരട്ടക്കൊലക്കേസിൽ അത്രയേറെയാണ് ഇടത് സർക്കാർ CBI അന്വേഷണത്തെ നഖശിഖാന്തം എതിർത്തത്. പക്ഷേ സുപ്രീം കോടതി വരെ അപ്പീലുമായി പോയിട്ടും പെരിയയിലേക്ക് CBI വന്നു. CPM നേതാക്കൾ പ്രതികളുമായി. ഒടുവിൽ 5 വർഷങ്ങൾക്കിപ്പുറം കേസിൽ വിധിയും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ഇവർക്ക് CBI പേടി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇതേ പേടി തന്നെയാണ്, ഇതേ മുട്ടുവിറക്കൽ തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ കേസിലും ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പാർട്ടി പ്രഖ്യാപിച്ചത് നവീൻ ബാബു കേസിൽ CBI അന്വേഷണം വേണ്ട. പിന്നാലെ സർക്കാർ ഹൈക്കോടതിയിൽ CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്നാൽ MV ഗോവിന്ദൻ നവീൻ ബാബു കേസിൽ CBI വരുന്നതിനെ എന്താണ് പറഞ്ഞത്? CBI വന്നിട്ട് ഇനി എന്ത് പിണ്ണാക്കുണ്ടാക്കാനാണ് എന്നാണ്. അതായത് CBI കൂട്ടിലടച്ച തത്തയാണ് എന്നൊക്കെ. കൂട്ടിലടച്ച തത്തയാണോ അതോ എന്ത് പിണ്ണാക്കാണ് പുടുങ്ങാൻ പോകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം ഗോവിന്ദ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 10 പ്രതികളെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളിയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതോടെയാണ് ഇപ്പോൾ വിധി ഉണ്ടാകും എന്ന് ഉറപ്പ്. കൊലക്കയറാണോ അതോ ജീവപര്യന്തമാണോ എന്ന് അറിയാൻ പോകുന്നതേയുള്ളൂ. കൊലക്കയറാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള പേടിയിൽ ഇന്ന് തന്നെ കൂട്ടക്കരച്ചിലായിരുന്നു കോടതി മുറിക്കുള്ളിൽ പ്രതികളെല്ലാവരും. ഇന്ന് കോടതിയിൽ ഇവറ്റകളുടെ കരച്ചിൽ കണ്ടിട്ട് കേരളത്തിന് ഒന്ന് കുളിര് കോരിയിട്ടുണ്ട്. കാരണം അത്രത്തോളം അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ടാണല്ലോ ഇവർ കൊലക്കത്തി കയ്യിലെടുത്ത് അക്രമരാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും എല്ലാം നടത്തുന്നത്. അതിനെല്ലാം ഒരറ്റത്തൂന്ന് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കോടതി മുറിക്കുള്ളിൽ പ്രതികൾ പറഞ്ഞത് തങ്ങളെ വെറുതെ വിടണം എന്നാണ്. ഒരു കൂട്ടർ ആവശ്യപ്പെട്ടത് മക്കളുണ്ട്, പ്രായമായ മാതാപിതാക്കളുണ്ട്, അതുകൊണ്ട് തങ്ങളെ ശിക്ഷയിൽ നിന്ന് വെറുതെ വിടണം എന്നൊക്കെയാണ്. അപ്പോൾ ഈ മരിച്ച കൃപേഷിനും ശരത് ലാലിനും കുടുംബം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളോ? മറ്റൊരു പ്രതിയുടെ മോങ്ങൽ, ഞാൻ കുറ്റക്കാരനല്ല, പക്ഷേ എന്നെ തൂക്കിക്കൊന്നോളൂ എന്നാണ്. കാരണം താനൊരു കൊലപാതകിയാണ് എന്ന് ചിത്രീകരിച്ചാൽ പിന്നെ എനിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള മെഴുകലും കരച്ചിലും കൂവലും ഒക്കെ ആയിരുന്നു കോടതിയിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ എത്രയൊക്കെ കരഞ്ഞാലും കേരളത്തിന്റെ മനസ്സലിയാൻ പോകുന്നില്ല. കാരണം അത്രത്തോളം ക്രൂരതയാണ് ആ 2 ചെറുപ്പക്കാരോട് ഈ കാട്ടാളന്മാർ കാട്ടിയത്. കുഞ്ഞിരാമൻ 20ാം പ്രതിയാണ്. കുഞ്ഞിരാമൻ മുൻ MLA ആണ്. ഈ MLA, ഈ ക്രിമിനൽ MLA അങ്ങനെ വേണം പറയാൻ, ഇയാളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് സുപ്രീം കോടതി വരെ പിണറായി പോയത്. പക്ഷേ ഒത്തില്ല. പക്ഷേ ഖജനാവിൽ നിന്ന് എടുത്ത് പൊടിച്ചത് ഈ കേസിന് വേണ്ടി നമ്മുടെ നികുതി പണമാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. തൂക്കുകയറാണ് കിട്ടാൻ പോകുന്നതെന്ന ഭയമാണ് ഇപ്പോൾ ഈ പ്രതികളെ വേട്ടയാടുന്നത്. ജനുവരി 3-നാണ് കോടതി വിധി പറയുക. കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത് തൂക്കുകയർ തന്നെ പ്രതികൾക്ക് കിട്ടും എന്നുള്ള ഉത്തരവായിരിക്കണേ എന്ന് കേരളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പേടി 2019 ആവർത്തിക്കുമോ എന്നുള്ളതാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണല്ലോ. 2019 പെരിയ ഇരട്ട കൊലപാതകം നടക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെരിയ ഇരട്ടക്കൊല പ്രധാന പ്രചാരണ വിഷയമാക്കി കോൺഗ്രസ്. ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയവർക്ക് വോട്ടില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസും UDFും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 സീറ്റുകളിൽ 19 നേടി UDF മിന്നും ജയം ഉറപ്പിച്ചു. LDF ഒരൊറ്റ സീറ്റിൽ ഒതുങ്ങിപ്പോയി. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ കൊലക്കൂട്ടത്തെ ജയിപ്പിച്ചു വിടാൻ ജനങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ്. അത് ആവർത്തിക്കുമോ എന്നുള്ളൊരു പേടി പിണറായി വിജയൻ ഉടലെടുത്തിട്ടുണ്ട്. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ LDF എന്ന പാർട്ടി അവർക്കൊരു തീരാ ശാപമായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾ അത്രത്തോളം വെറുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ പാർട്ടിയെ. ഇവരുടെ കൊലപാതക രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും ധാർഷ്ട്യവും അഹങ്കാരവും ഏകാധിപത്യവും ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഇനി ജനങ്ങൾ തയ്യാറാകില്ല എന്നുള്ളത് ഉറപ്പാണ്. അതെല്ലാം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. രണ്ടാമതും അധികാരം കിട്ടിയപ്പോൾ അഹങ്കാരമായി പോയി പിണറായിക്ക്. അത് ജനങ്ങളെ ചവിട്ടി മെതിക്കാനുള്ള ആയുധമാക്കി പിണറായി മാറ്റിയിടത്താണ് ഈ LDFന്റെ പതനം തുടങ്ങിയത്. ഈ പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPMന്റെ പ്രമുഖരാണ്, CPMന്റെ ആൾക്കാരാണ് എല്ലാവരും പ്രതികളായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തല പിളർത്തുന്നതാണ്. ഇപ്പോൾ തന്നെ ഗോവിന്ദന് കാര്യങ്ങൾ കൈവിട്ടു പോയി നിൽക്കുകയാണ്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും ജനങ്ങളുമായി അനുനയത്തിൽ മുൻപോട്ട് പോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയത് തന്നെ വലിയ തോൽവിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇവർക്ക് അടികൾ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? എത്രയോ മനുഷ്യരെയാണ് ഇവർ കൊലക്കത്തിക്കിരയാക്കിയിരിക്കുന്നത്. എത്രയോ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തി, എത്രയോ സ്ത്രീകളുടെ താലിയർത്തു. ഇതിനൊക്കെ കാലം മറുപടി പറയിക്കും എന്നുള്ളത് ഉറപ്പാണ്. CBI കൂട്ടിലടച്ച തത്തയാണെന്ന് ഇവർ മോങ്ങുന്നുണ്ട്, കരയുന്നുണ്ട്, അങ്ങ് മെഴുകുന്നുണ്ട്. പക്ഷേ CBI എന്ന് കേട്ടാൽ പിണറായിക്ക് മുട്ട് വിറയ്ക്കും. അത് പെരിയ കേസിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ തൊട്ടു പിന്നാലെ അതിനെ എതിർത്തുകൊണ്ട് അങ്ങ് സുപ്രീം കോടതി വരെ പിണറായി പോയത്. അതിന് ഒന്നും രണ്ടും ഒന്നുമല്ല, ലക്ഷങ്ങളാണ് ഖജനാവിൽ നിന്ന് എടുത്ത് പൊടിച്ചത്. എന്താണ്ട് ഇവരുടെ കുടുംബത്തു നിന്നെടുത്ത് ചെലവാക്കുന്നത് പോലെയാണ്. അതും ഒന്ന് ഓർത്തു നോക്കണം. ഒരു കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലക്ഷങ്ങൾ ഇവർ ചെലവഴിച്ചത്. പെരിയ കൊലക്കേസിൽ ഉൾപ്പെട്ടവരെല്ലാം CPMകാർ ആയിരുന്നതുകൊണ്ട് തന്നെ കൃത്യമായി കേരളത്തിന് അറിയാമായിരുന്നു ഈ അന്വേഷണത്തിൽ അട്ടിമറികൾ ഉണ്ടാകും എന്നുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമായപ്പോൾ ഒരു പ്രഹസനത്തിന് വേണ്ടി അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. എന്നാൽ ഇവർ തെളിവുകൾ ഉണ്ടാക്കാനല്ല, നശിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. പിന്നീട് CPMന്റെ തിരക്കഥയ്ക്കനുസരിച്ചായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒരു പിടി സംശയങ്ങൾ ഉന്നയിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം CBIക്ക് വിട്ടത്. CPM നേതാവിന്റെ മൊഴി വേദവാക്യമായി എടുത്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത് എന്ന് ഹൈക്കോടതി പച്ചയ്ക്ക് പറഞ്ഞു. എന്നാൽ പെരിയ ഇരട്ടക്കൊലയിൽ CBI വരുന്നതിനെ പിണറായി ശക്തമായി എതിർത്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ഇതിനായി ലക്ഷങ്ങൾ മുടക്കി പ്രമുഖ അഭിഭാഷകരെ സർക്കാർ ഹൈക്കോടതിയിൽ എത്തിച്ചു. എന്നാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. കേസ് CBIക്ക് വിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. ഹൈക്കോടതിയിൽ നിന്ന് ഇരട്ട പ്രഹരമേറ്റിട്ടും പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI വേണ്ടെന്ന് തന്നെയായിരുന്നു പിണറായി സർക്കാരിന്റെ നിലപാട്. അതിവരുടെ ഭയം കൊണ്ടായിരുന്നു. CBI അന്വേഷണത്തെ എന്ത് വില കൊടുത്തും എതിർക്കാൻ തന്നെയായിരുന്നു സർക്കാരിന്റെ തീരുമാനം. CBI അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതി വരെ പോകാനും സംസ്ഥാന സർക്കാർ മടിച്ചില്ല. അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ 2020 സെപ്റ്റംബർ 12 സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. സർക്കാർ അന്വേഷണത്തെ എതിർത്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയതോടെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കളും സുപ്രീം കോടതിയെ സമീപിച്ചു. ഒടുവിൽ 2020 ഡിസംബർ 1 സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയേറ്റു. പെരിയ കേസിൽ CBI അന്വേഷണത്തെ എതിർത്തുള്ള സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. കേസ് CBIക്ക് വിട്ട ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. പിന്നീട് ഇങ്ങോട്ട് ചങ്കിടിപ്പായിരുന്നു പിണറായി കൂട്ടർക്ക്. പെരിയയിൽ അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ CBI സംഘം അതിവേഗം നടപടികളുമായി മുന്നോട്ട് പോയി.
CBI തിരുവനന്തപുരം യൂണിറ്റിനായിരുന്നു അന്വേഷണ ചുമതല. SP നന്ദകുമാരൻ നായരും DYSP TP അനന്തകൃഷ്ണനുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. കേസ് ഏറ്റെടുത്തിട്ടും അതിനെ അട്ടിമറിക്കാനായിരുന്നു പിന്നീട് പിണറായി കൂട്ടരുടെ നീക്കം. അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ചിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കാത്തത് CBI അന്വേഷണത്തെ വൈകിപ്പിച്ചു. 7 തവണ ആവശ്യപ്പെട്ടിട്ടും ക്രൈംബ്രാഞ്ചിൽ നിന്ന് കേസ് ഡയറിയും മറ്റ് രേഖകളും കൈമാറിയില്ലെന്നായിരുന്നു CBI പറഞ്ഞത്. ഇതോടെ ക്രൈംബ്രാഞ്ചിനെതിരെ CBI സമൻസ് പുറപ്പെടുവിക്കുന്ന അസാധാരണ സാഹചര്യവുമുണ്ടായി. CBIയെ സഹായിക്കാനല്ല, മറിച്ച് അവരെ പ്രതിരോധത്തിലാക്കാനാണ് പലപ്പോഴും ക്രൈംബ്രാഞ്ച് ശ്രമിച്ചത്. എന്നാൽ അതിനെയെല്ലാം തകർത്തെറിയുകയാണ് CBI ചെയ്തത്. പെരിയയിൽ CBI വന്നതോടെ CPMന്റെ ജില്ലാ നേതൃത്വത്തിലേക്കും അന്വേഷണം എത്തി. CPM ഏരിയ കമ്മിറ്റി ഓഫീസിലടക്കം CBI സംഘം റെയ്ഡ് നടത്തി. മുൻ MLAയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ കേസിൽ ഇതോടെയാണ് പ്രതികളാകുന്നത്. ഇവരെല്ലാം CBI അറസ്റ്റ് ചെയ്തു. നേരത്തെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന A പീതാംബരൻ ഉൾപ്പെടെ 14 പ്രതികൾ ഉണ്ടായിരുന്നത്. എന്നാൽ 2021 ഡിസംബർ 3-ന് CBI സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതികളുടെ എണ്ണം 24 ഉയർന്നു. CPMന്റെ തിരക്കഥയായിരുന്നല്ലോ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചത്. അതെല്ലാം വെട്ടിത്തിരുത്തി CBI കൃത്യം എല്ലാവരെയും തൂക്കി അകത്തിട്ടു. അങ്ങനെ ഇപ്പോൾ കേസിൽ വിധി വന്നതോടുകൂടി തൂക്കുകയർ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേരളമുള്ളത്. ഇത്രത്തോളം CBI പേടിയുള്ളവരാണ് നവീൻ ബാബു വിഷയത്തിൽ CBIയെ അടുപ്പിക്കാതിരിക്കാൻ ഇപ്പോൾ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. MV ഗോവിന്ദൻ പറയുന്നത് പോലെ കൂട്ടിലടച്ച തത്തയൊന്നുമല്ല CBI എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് തന്നെ വിറയലാണ്. പിന്നെ ഒരു ബിൽഡപ്പിന് വേണ്ടിയാണ് ഇത്തരം ഗീർവാണങ്ങൾ അടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.